ഇന്നും നെല്ലിക്ക കൊണ്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ് കേട്ടോ. നെല്ലിക്ക നിറയെ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാമല്ലോ. നാടൻ നെല്ലിക്കയാണത്, തൊടിയിൽ നിന്ന് പറക്കിയതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ സ്റ്റീം കൊടുക്കുക. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മതി. പിന്നീട് അത് അല്ലികളായി അടർത്തിയെടുക്കുക, കുരു കളഞ്ഞിട്ടേ. അതിനുശേഷം ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, കുറച്ച് ഉപ്പും അതിലെ മധുരം പുളിയും ഒക്കെ കൂടിയിട്ടുള്ളതല്ല, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഇളക്കി അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 3 ദിവസം വെക്കണം അത് റെസ്റ്റ് ചെയ്യാൻ. 2-ാം ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസെല്ലാം നല്ലതുപോലെ ഇറങ്ങി വന്നിരിക്കും. കണ്ടു, നല്ലതുപോലെ ജ്യൂസെല്ലാം ഇറങ്ങി. അതിൻ്റെ 1 ടീസ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി 2ാമതും അത് അടച്ച് വയ്ക്കുക. 3ാമത്തെ ദിവസം തുറക്കുമ്പോൾ ജ്യൂസെല്ലാം പറ്റി അതിൽ തന്നെ ഇരുന്നിട്ട് ഇനി ഇത് നമുക്കൊരു നല്ല ഈർപ്പരഹിതമായ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഒന്നിലും. നമ്മൾ യൂസ് ചെയ്യണ ഒരു പാത്രത്തിനും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരു പാത്രത്തിൽ കായാൻ വയ്ക്കാം, അത് ഉണക്കാൻ വയ്ക്കാം. ഒന്നൊന്നായി അത് അങ്ങനെ വേർതിരിച്ചിടണം കേട്ടോ. കട്ട കുത്തി കിടക്കരുതെന്ന്, ഇതേപോലെ കിടക്കണം. ഇതിൻ്റെ ജ്യൂസ് ഉള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, കുറേശ്ശെ ഡൈല്യൂട്ട് ചെയ്തിട്ട് കുടിക്കാം കേട്ടോ. ബാക്കി വരുന്ന ജ്യൂസേ കളയേണ്ടത്, പഞ്ചസാരയും പുളിയൊക്കെ ചേർന്നതല്ലേ. വെയിലിൽ വെച്ച് ഒരു 3 ദിവസം ഉണക്കിയതിന് ശേഷമാണിത്. എനിക്ക് വെയിലുണ്ടായിരുന്നില്ല, ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു, അതാണ്. ഉണങ്ങിയാലും അത് ഹാർഡല്ല, സോഫ്റ്റാണ്. കണ്ടു, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടത് പിടിച്ച് നോക്കുമ്പോൾ. ഇതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തൊരു 2-3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചത് നമ്മൾ നെല്ലിക്കയിലിട്ട് ഇളക്കുക. ഫുള്ള് നെല്ലിക്കയിലിട്ട് നമ്മൾ കൈ കൊണ്ട് ഞെരടി അതിൽ പിടിപ്പിക്കണം. അത് ഈ പഞ്ചസാരയുടെ തരികൾ കിടക്കുന്നത് ഒരു ടേസ്റ്റാണ്. നല്ല പുളിയും ചവർപ്പും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വിറ്റാമിൻ സി എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതല്ലേ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതിൻ്റെ മായമൊന്നും ഉണ്ടാവില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.